ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നലെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അത് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ സൊല്യൂഷൻ? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more നോൺ റിയാക്റ്റീവ് കമ്പോണൻസ്. നമ്മളിവിടെ ബൈനറി സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. 2 കമ്പോണൻസ് മാത്രമുള്ള സൊല്യൂഷൻ. ഒരു സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സോല്യൂബിലിറ്റി. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു ടേമാണ്. ആ വാക്കിൻ്റെ അർത്ഥം ദ എബിലിറ്റി ടു ഡിസോൾവ്, ലയിക്കാനുള്ള കഴിവ്. ഇനി നമ്മളതിനെ കെമിസ്ട്രിയിലേക്ക് അങ്ങ് എടുക്കുകയാണ്, ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. Solubility of a substance is the maximum amount that can be dissolved in a specified amount of solvent. ഒരു ഫിക്സഡ് എമൗണ്ട് സോൾവെന്റ് എടുത്താൽ അതിൽ മാക്സിമം എത്ര ഡിസോൾവ് ചെയ്യാമോ ആ അളവിനെയാണ് സോല്യൂബിലിറ്റി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സോൾട്ട് വെറുതെ പറയുക, ഒരു സൊല്യൂട്ട് എ, ആ സൊല്യൂട്ടിൻ്റെ റൂം ടെമ്പറേച്ചറിലുള്ള സോല്യൂബിലിറ്റി 25 gram per liter ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും മനസ്സിലാക്കുക? 1 ലിറ്റർ സോൾവെന്റ് എടുത്താൽ അതിൽ ഈ എ എന്ന് പറയുന്ന സൊല്യൂട്ടിൻ്റെ 25 gram വരെയേ ഡിസോൾവ് ചെയ്യാൻ പറ്റൂ. മാക്സിമം ഡിസോൾവ് ചെയ്യാൻ പറ്റുക 25 gram ആണ്. അതാണ് സോല്യൂബിലിറ്റി. മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. സോല്യൂബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന 2 ടേംസ് നമ്മളത് നോക്കുകയാണ്. ആദ്യത്തേത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ്. One in which more solute can be dissolved at the same temperature. Solubility ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനി സൊല്യൂട്ട് ഇട്ടാൽ അത് ഡിസോൾവ് ചെയ്യില്ല. മോർ സൊല്യൂട്ട് കനോട്ട് ബി ഡിസോൾവ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോല്യൂബിലിറ്റി. സോല്യൂബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ നമ്മളിവിടെ 2 തരം സൊല്യൂഷൻസ് ആണ് എടുക്കുക. സോളിഡ് ഇൻ ലിക്വിഡും ഗ്യാസ് ഇൻ ലിക്വിഡും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുക സോളിഡ് ഇൻ ലിക്വിഡ്. നിങ്ങൾ നോട്ട്സ് ഒക്കെ കുറിച്ചെടുക്കണം. എല്ലാം ഇതുപോലെ എഴുതാനല്ല, കാര്യം മനസ്സിലാക്കി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കണം. ആ ഹെഡിങ്സ് ഒക്കെ വരണം നോട്ട്ബുക്കിൽ. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോല്യൂബിലിറ്റി ഓഫ്. ആദ്യത്തേത് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്നാമത്തേത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും സ്വഭാവം. അപ്പം അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ആൾക്കാർക്ക്, കെമിക്കലി സിമിലർ ആയ അല്ലെങ്കിൽ ഒരേ തരം ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഉള്ള 2 കമ്പോണന്റുകൾക്ക് പരസ്പരം പൂർണ്ണമായും മിക്സ് ചെയ്യാം, ഹോമോജീനിയസ് മിക്സ്ചർ ഫോം ചെയ്യാം. എക്സാമ്പിൾ, പോളാർ സൊല്യൂട്ട്സ് ആർ സോല്യൂബിൾ ഇൻ പോളാർ സോൾവെന്റ്സ്. ചാർജ് സെപ്പറേഷൻ ഉള്ള സൊല്യൂട്ടുകൾക്ക് ചാർജ് സെപ്പറേഷൻ ഉള്ള സോൾവെന്റ്സിൽ ഡിസോൾവ് ചെയ്യാം. എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് ഈസ് സോല്യൂബിൾ ഇൻ വാട്ടർ. സിമിലർലി, നോൺ പോളാർ സൊല്യൂട്ട്സ് cannot dissolve. Non-polar solutes are soluble in non-polar solvents. നോൺ-പോളാർ സൊല്യൂട്ടുകൾക്ക് നോൺ-പോളാർ സോൾവെൻസിലാണ് ഡിസോൾവ് ചെയ്യാൻ പറ്റുക. നോൺ-പോളാർ സോൾവെൻസ് എന്ന് പറയുമ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ തുടങ്ങിയവ. സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ലയിക്കും, പക്ഷെ ബെൻസീനിൽ ലയിക്കില്ല. അതാണ് ലൈക്ക്
dissolves like. അപ്പോൾ ഈ പോയിന്റിൽ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്നുള്ളിടത്ത് ഓർത്ത് വയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവ് ഇൻ പോളാർ സോൾവെന്റ്സ് ആൻഡ് നോൺ പോളാർ സൊല്യൂട്ട്സ് ഇൻ നോൺ പോളാർ സോൾവെന്റ്സ്. ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷനുകൾ ഇക്വിലിബ്രിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഡിസോൾവ് ചെയ്തിരിക്കുന്ന വസ്തുവും ഡിസോൾവ് ചെയ്യാതെ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതും തമ്മിൽ there is an equilibrium. അത്തരമൊരു ഇക്വിലിബ്രിയമാണ് ഞാൻ ഈ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുക. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് റിവേഴ്സിബിളി ഗിവ്സ് സൊല്യൂഷൻ. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷൻ നടക്കുന്ന പ്രോസസ്സ് സൊല്യൂട്ട് സോൾവെന്റിൽ ലയിക്കുന്നു, ഡിസൊല്യൂഷൻ എന്ന് പറയും. ബാക്ക്വേർഡ് പ്രോസസ്സ് നോക്കിയാൽ ക്രിസ്റ്റലൈസേഷൻ ആണ്. ഡിസോൾവ് ചെയ്തിരിക്കുന്ന സാധനം തിരിച്ചു വരും. ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ ഡിസൊല്യൂഷൻസ്, ഒരു സോളിഡിന്റെ ലിക്വിഡിലുള്ള ഡിസൊല്യൂഷൻ ഒന്നുകിൽ എൻഡോതെർമിക് ആവാം അല്ലെങ്കിൽ എക്സോതെർമിക് ആവാം. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് നടക്കുക. ഇപ്പൊ ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, ബാക്ക്വേർഡ് എക്സോതെർമിക്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡെൽറ്റ എച്ചിന്റെ സൈൻ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ എഴുതുന്നത് ഫോർവേഡ് പ്രോസസ്സിന്റെ ഡെൽറ്റ എച്ച് ആണ്. അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഫോർവേഡ് പ്രോസസ്സ് എൻഡോതെർമിക് ആണ്, ഡിസൊല്യൂഷൻ എൻഡോതെർമിക്. എക്സാമ്പിൾ, ഡിസൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. നമ്മൾ വീട്ടിലിരിക്കുമല്ലേ, ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് ഇളക്കുക, പാത്രത്തിന്റെ പുറത്ത് പിടിച്ചു നോക്കുക. നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? തണുപ്പാണ് ഫീൽ ചെയ്യുക. അതിന് കാരണം എന്താ? ഉപ്പ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അതുകൊണ്ടാണ് തണുപ്പ് വരുന്നത്. അപ്പോൾ അത് എൻഡോതെർമിക് ആണ് ഡിസൊല്യൂഷൻ. അപ്പോൾ ഫോർവേഡ് പ്രോസസ്സ് എൻഡോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. അപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുന്നു ഉപ്പ് വെള്ളത്തിൻ്റെ, അതിനെ ഞാൻ ഹീറ്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ഇപ്പോൾ Le Chatelier പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കണം. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കണം. അപ്പോൾ റിയാക്ഷൻ എൻഡോതെർമിക് ആയ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എൻഡോതെർമിക് ആയ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫോർവേഡ് ആണ്, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ കൂടുതലായി നടക്കും, കൂടുതൽ കൂടുതൽ ഉപ്പ് വെള്ളത്തിൽ ലയിക്കും. ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഉപ്പിന് വെള്ളത്തിൽ ലയിക്കാനായി പറ്റുന്നു. അപ്പൊ നമുക്ക് പറയാം, എൻഡോതെർമിക് ഡിസൊല്യൂഷൻസ് increase with the increase in temperature. ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സോല്യൂബിലിറ്റി കൂടുന്നു. അത് പിടികിട്ടിയോ? ഇനി അത് പിടികിട്ടിയെങ്കിൽ നമുക്ക് എക്സോതെർമിക് ഡിസൊല്യൂഷൻ എടുത്ത് നോക്കാം, നമുക്ക് വേഗം മനസ്സിലാവുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വെള്ളത്തിൽ ലയിക്കുന്ന പ്രോസസ്സ് ഡിസൊല്യൂഷൻ ഓഫ് NaOH ഇൻ വാട്ടർ ഇസ് എക്സോതെർമിക്. നമ്മൾ കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റ്സ് എടുത്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് പാത്രത്തിന്റെ പുറത്ത് പിടിച്ചു നോക്കിയാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. കാരണം NaOH വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഫോർവേഡ് പ്രോസസ്സ് എക്സോതെർമിക് ആണ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഞാൻ അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി എൻഡോതെർമിക് ഡയറക്ഷനിലേക്ക് മാറും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് കൂടുതലായി നടത്താൻ ശ്രമിക്കും.
ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണ്. അപ്പോൾ എൻഡോതെർമിക് എന്നുള്ളത് ഏതായിരിക്കും? ബാക്ക്വേർഡ് പ്രോസസ്സ് എൻഡോതെർമിക് ആയിരിക്കും. അപ്പം ഡിസോൾവ് ചെയ്തിരുന്ന NaOH കൂടി തിരിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യൂബിലിറ്റി കുറയുന്നു. എക്സോതെർമിക് ഡിസൊല്യൂഷൻസ് ഡിക്രീസ് വിത്ത് increase in temperature. Endothermic dissolutions increase with the increase in temperature. Clear ആയോ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ്? Then next one, മൂന്നാമത്തെ ഫാക്ടർ ഇഫക്റ്റ് ഓഫ് പ്രഷർ. സോളിഡിനും ലിക്വിഡിനും പ്രഷറിന് കാര്യമായ ഇഫക്റ്റ് ഇല്ല. സോളിഡും ലിക്വിഡും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും അവിടെ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രഷർ ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദി സോല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് affecting solubility of solid in liquid? ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്ന് nature of solute and solvent, രണ്ടാമത്തേത് temperature. Okay, then factors affecting solubility of gas in a liquid. ആദ്യത്തേത് nature of gas, ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ സ്വഭാവം. എല്ലാ ഗ്യാസുകളും സോൾവൻസിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയുക ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ മോർ സോല്യൂബിൾ ദാൻ പെർമനന്റ് ഗ്യാസസ്. അതെ, ഈസിലി ലിക്വിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, ഗ്യാസുകളെ ടെമ്പറേച്ചർ കുറച്ചും പ്രഷർ കൂട്ടിയും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. എല്ലാ ഗ്യാസുകളെയും പറ്റില്ല. അപ്പോൾ വേഗത്തിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റുന്നവരെയാണ് നമ്മൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് എന്ന് വിളിക്കുക. ഉദാഹരണം അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. കാർബൺ ഡയോക്സൈഡിനെയൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. They have high critical temperature values. അപ്പോൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസിന്റെ പ്രത്യേകത അവർക്ക് തമ്മിൽ സ്ട്രോങ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അത്തരം ഗ്യാസുകളെ നമുക്ക് വേഗത്തിൽ സോൾവൻസിൽ ഡിസോൾവ് ചെയ്യാം. പക്ഷെ പെർമനന്റ് ഗ്യാസുകൾ, അവരുടെ പ്രത്യേകത അവർ തമ്മിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്ക് ആയിരിക്കും. അവർക്ക് സോല്യൂബിലിറ്റി വളരെ കുറവാണ്. അതാണ് നേച്ചർ ഓഫ് ഗ്യാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് ഗ്യാസ്. അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ മോർ സോല്യൂബിൾ ദാൻ പെർമനന്റ് ഗ്യാസസ്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ. ഗ്യാസിന്റെ ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആയിട്ടാണ് നടക്കുക. നമ്മൾ സോളിഡിന്റെ പറഞ്ഞപ്പോൾ എക്സോതെർമിക്കും ആവാം എൻഡോതെർമിക്കും ആവാം എന്ന് പറഞ്ഞു. സോഡിയം ക്ലോറൈഡിന്റെ ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണ്. പക്ഷേ ഗ്യാസിന്റെ ഡിസൊല്യൂഷൻ ഓൾവേസ് എക്സോതെർമിക് ആണ്. അതിന്റെ കാരണം ഗ്യാസിൽ പാർട്ടിക്കിൾസ് മാക്സിമം അകന്നാണ് ഇരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും വീക്കസ്റ്റ് ആണ് അവർക്ക്. തെർമൽ എനർജി ഏറ്റവും കൂടുതലുമാണ്. ദേ ആർ ഫ്രീ ടു മൂവ്. അവരെയാണ് നമ്മൾ പിടിച്ച് സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ ദേ ആർ കൺഫൈൻഡ് ടു എ സ്പെസിഫൈഡ് വോളിയം.
ഒരു സ്ഥലത്തേക്ക് അവർ ഒതുങ്ങുകയാണ്. അങ്ങനെ ഒതുങ്ങുമ്പോൾ അവർ അടുത്തടുത്ത് വരും. അപ്പോൾ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറയുകയാണ്. അപ്പോൾ അവരുടെ എനർജി കുറയും. ആ എനർജി പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് മോളിക്യൂളുകളെ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ സോൾവെന്റിലേക്ക് പിടിച്ചു വയ്ക്കുമ്പോൾ അവരുടെ മൂവ്മെന്റ് കുറയുന്നു, അവരുടെ എനർജി കുറയുന്നു. ആ എനർജി ഹീറ്റിന്റെ രൂപത്തിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ഗ്യാസിന്റെ ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കണം? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂടിയാൽ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ കുറയണമെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കണം. എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കണം. അപ്പോൾ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത് എക്സോതെർമിക് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് ഡിസോൾവ് ചെയ്ത ആള് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. എൻഡോതെർമിക് പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നു. സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, വൈ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ സെന്റൻസിൽ എഴുതാം. ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇസ് എക്സോതെർമിക്. അത്ര എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ചൂട് കാലാവസ്ഥകളിൽ നമ്മൾ വീട്ടിൽ അക്വേറിയം ഒക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ വളരെ വേനൽ കിടക്കുന്ന സമയത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, തൊട്ടടുത്ത ജലാശയങ്ങളിലൊക്കെ ജലജീവികൾ, മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഈ ജലജീവികളൊക്കെ ശ്വസിക്കുന്നത് വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജനാണ്, ഡിസോൾവ്ഡ് ഓക്സിജനാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ ലയിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓക്സിജന്റെ വെള്ളത്തിൽ ലയിക്കാനുള്ള കഴിവ് കുറയും. സോല്യൂബിലിറ്റി കുറഞ്ഞു വരും. അതിൻ്റെ ഫലം എന്താ? വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറയുന്നു ടെമ്പറേച്ചർ കൂടിയാൽ. അപ്പോൾ അവിടെ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ, വെള്ളത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരുന്നു. അപ്പോഴാണ് അവർ ചത്തുപോകുന്നത്. നമ്മൾ സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. Aquatic species feel more comfortable in cold water than in hot water. Why? ചൂടുവെള്ളത്തിൽ ജീവിക്കുന്നതിനേക്കാൾ അവർക്ക് സുഖം തണുത്ത വെള്ളമാണ്. എന്താ കാരണം? ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളത്തിലുള്ളതിനേക്കാൾ ഓക്സിജന്റെ അളവ് കുറവാണ്. Since the dissolution of a gas in a liquid is exothermic, the amount of dissolved oxygen present in hot water is less than that in cold water. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തോളണം. ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അക്വാറ്റിക് സ്പീഷീസുകൾക്ക് കോൾഡ് വാട്ടർ ആണ് കൂടുതൽ കംഫർട്ടബിൾ. ദാറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ദെൻ മൂന്നാമത്തെ ഫാക്ടർ ഇഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ ഇഫക്റ്റ്. ഗ്യാസിന്റെ ഡിസൊല്യൂഷനിൽ പ്രഷറിന്റെ ഇഫക്റ്റിനെ പറ്റി നമ്മൾ പറയുന്നത് ഒരു ലോ ഉപയോഗിച്ചിട്ടാണ്. ദാറ്റ് ലോ ഇസ് കോൾഡ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ നമ്മൾ ഫസ്റ്റ് ഇയറിലും കേട്ടതാണ്. The amount of gas dissolved in a liquid is directly proportional to pressure of the gas above the liquid surface. ഗ്യാസിന്റെ പ്രഷർ കൂടി വരുന്നതനുസരിച്ച് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ അളവും കൂടി വരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ടതാണത്. അപ്പോൾ അവിടെ നമ്മൾ എഴുതിയിരുന്നു M proportional to P. Mass of a gas is directly proportional to pressure. എന്നിട്ട് നമ്മൾ എഴുതിയിരുന്നു M is equal to a constant into P.
ആ കോൺസ്റ്റന്റിനെ നമ്മൾ KH എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നു, ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചിരുന്നു. അത് തന്നെ നമ്മളൊന്ന് മാറ്റി പറയുന്നു, ഒന്ന് മോഡിഫൈ ചെയ്ത് പറയുന്നു. എമൗണ്ട് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ മാസ് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് is related to mole fraction. മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ ഇന്നലെ കേട്ടതാണ്. അപ്പോൾ നമ്മൾ മാസിന് പകരം മോൾ ഫ്രാക്ഷൻ എന്നുള്ള ടേം ഉപയോഗിച്ചുകൊണ്ട് ഹെൻറീസ് ലോയെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യുകയാണ്. The partial pressure of the gas P is proportional to the mole fraction of the gas chi in the solution. നമ്മൾ അതിന്റെ ഇക്വേഷൻ ഫോം ആണ് എഴുതിയിരിക്കുക. P is equal to KH into X അല്ലെങ്കിൽ chi. KH is called Henry's constant. KH is called Henry's constant. Henry's law statement, the partial pressure of the gas in the vapor phase is proportional to mole fraction of the gas in the solution. Mole fraction സൊല്യൂഷനിലെ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷനും ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രത്തിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ലോ പ്രഷറിൽ ഗ്യാസ് എടുത്തിരിക്കുകയാണ്. പ്രഷർ കുറവ്. ഇപ്പൊ നോക്കിയേ, ഇത് താഴെ ഗ്യാസ് മോളിക്യൂൾസ് വെള്ളത്തിലേക്ക് ലിക്വിഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. കുറച്ച് ലിക്വിഡ് മോളിക്യൂൾസേ ഉള്ളൂ. ഇവിടെ ഗ്യാസിന് ഒരു സിലിണ്ടറിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്, മറ്റേ ലോ പ്രഷർ. ആ സിലിണ്ടറിന് ഒരു പിസ്റ്റൺ ഒക്കെ ഉണ്ട്, മൂവബിൾ പിസ്റ്റൺ ഒക്കെ ഉണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ പ്രഷർ വളരെ കുറവാണ്. ലിക്വിഡ് സോൾവെന്റ്. അപ്പോൾ പ്രഷർ കുറഞ്ഞിരിക്കുന്നു. കുറച്ച് ഗ്യാസ് മോളിക്യൂൾസിനെയാണ് ഈ കാണിച്ചിരിക്കുക. അവർ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. ഡിസോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുക, കുറവാണ്. ഇനി അതേ സാധനത്തെ തന്നെ ഞാൻ ആ പിസ്റ്റണിനെ ഒന്ന് താഴേക്ക് അമർത്തി. ഈ പിസ്റ്റൺ താഴേക്ക് പിടിച്ച് അമർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഇരിക്കുന്ന ഗ്യാസിന്റെ പ്രഷർ കൂടി. അപ്പൊ ഗ്യാസിന്റെ പ്രഷർ കൂടിയപ്പോൾ നോക്കിക്കേ, കൂടുതൽ പേര് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. അപ്പോൾ ഗ്യാസിന്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് സോല്യൂബിലിറ്റിയും കൂടി വരും. അത് നമ്മളൊരു ലോയുടെ രൂപത്തിൽ പറഞ്ഞേ ഉള്ളൂ, ഹെൻറീസ് ലോ. അതിന്റെ ഇക്വേഷൻ ആണ് P is equal to KH into X. KH is Henry's constant. KH is a constant for each gas at a particular temperature. ഓരോ ഗ്യാസിനും ഓരോ KH വാല്യൂ ഉണ്ട് at a fixed temperature. KHന്റെ വാല്യൂ ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. The value of KH depends on nature of the gas and the solvent at the same temperature. Temperature മാറിയാൽ KHന്റെ വാല്യൂ മാറുന്നു. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ കണ്ടിരുന്നു, ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ. P is equal to KH into X. അതിൽ നിന്ന് X മോൾ ഫ്രാക്ഷൻ is equal to P by KH. അപ്പോൾ നമ്മളൊരു ഫിക്സഡ് പ്രഷറിൽ ഒരു ഗ്യാസ് എടുത്ത് വെച്ചിരിക്കുന്നു. അതിനെ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാസിന്റെ KH വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ P by KH, KH ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ KH വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ P by KHന്റെ വാല്യൂ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ വളരെ ചെറുതായിരിക്കും. ആരുടെ മോൾ ഫ്രാക്ഷനാ? ഗ്യാസിന്റെ. അപ്പോൾ KH കൂടുന്നതനുസരിച്ച് സോല്യൂബിലിറ്റി കുറഞ്ഞു വരും അറ്റ് ദ സെയിം പ്രഷർ. ഒരു ഫിക്സഡ് പ്രഷറിൽ ഒരു ഗ്യാസിനെ എടുത്തു വച്ച് അതിനെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ആ ഗ്യാസിന് KH വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ സോല്യൂബിലിറ്റി തീരെ കുറവായിരിക്കും. അതാണ് എഴുതി വെച്ചിരിക്കുക. ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് KH,
lower is the solubility at the same partial pressure. The value of KH increases with the increase in temperature. Okay. എന്താ ഹെൻറീസ് ലോ എന്ന് കിട്ടിയല്ലോ? Partial pressure is directly proportional to mole fraction of the gas in the liquid. ഹെൻറീസ് ലോ ആണ് നമ്മുടെ സോഡ വാട്ടർ മാനുഫാക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതുതരം കാർബണേറ്റഡ് ഡ്രിങ്കുകളിൽ നമ്മൾ ധാരാളം കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ബിവറേജസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. സോഡ വാട്ടർ, നമ്മൾ പെപ്സി, കൊക്കക്കോള, മിറിൻഡ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കാറുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ആരോഗ്യത്തിന് എത്രമാത്രം നല്ലതാണെന്നുള്ളത് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വളരെ ഹൈ പ്രഷറിൽ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൊക്കക്കോളയോ മിറിൻഡയുടെ ഒക്കെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം, ഒരു ഫിസിക്സ് സൗണ്ട്. എന്താ ശബ്ദത്തിന്റെ കാരണം? ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് കാണാം നമുക്ക്. വളരെ ഹൈ പ്രഷറിൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ ഉയർന്ന പ്രഷറിലാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുക. ഹൈ പ്രഷറിൽ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബോട്ടിലിനകത്തെ പ്രഷർ സഡൻലി ഡ്രോപ്സ്, പെട്ടെന്ന് കുറയുകയാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് കുറയുന്നു. അപ്പോൾ എന്ത് പറ്റും? പ്രഷർ കുറയുന്നതനുസരിച്ച് ഇതിനകത്ത് ഡിസോൾവ് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ വേഗം ചാടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വേഗത്തിൽ അവർ രക്ഷപ്പെട്ടു പോകുന്ന ശബ്ദമാണ് നമ്മൾ ആ ഫിസിങ് സൗണ്ട് എന്ന് പറഞ്ഞ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുക. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് യൂസിങ് ഹെൻറീസ് ലോ. As atmosphere pressure suddenly decreases, dissolved carbon dioxide molecules escape into the atmosphere. Then applications of Henry's law. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, in the production of carbonated beverages. കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന ഡ്രിങ്കുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വളരെ ഹൈ പ്രഷറിലാണ് ഡിസോൾവ് ചെയ്ത് വച്ചിരിക്കുക കാർബൺ ഡൈ ഓക്സൈഡിനെ. രണ്ടാമത്തേത്, നമ്മുടെ സീ ഡൈവേഴ്സ് ഒക്കെ, ഡീപ് സീ ഡൈവേഴ്സ്, കടലിനടിയിലേക്ക് ഗവേഷണത്തിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ആയിട്ട് വേണ്ടി പോകുന്ന ആൾക്കാർ അവർ ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജന്റെ കൂടെ ഒരു ഡൈല്യൂവൻ്റായി നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. നൈട്രജനേക്കാൾ കൂടുതൽ സേഫർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈല്യൂവൻ്റാണ് ഹീലിയം. നൈട്രജന് പകരം ഹീലിയം ചേർന്ന ഓക്സിജനാണ് സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണത്? നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഓക്സിജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ശ്വസിക്കുമ്പോൾ ഈ ഓക്സിജനോടൊപ്പം നൈട്രജനും നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ താഴേക്ക് പോകും തോറും പ്രഷർ കൂടിയാണ് വരിക. ഒരു കടലിനടിയിലേക്ക് പോകും തോറും പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ ഈ ഓക്സിജനും നൈട്രജനും, ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജനും നൈട്രജനും കൂടുതലായി ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ നമ്മളുടെ ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഇനി ഇവർ തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് വരുമ്പോൾ, തിരിച്ചുയർന്നു വരുമ്പോൾ പ്രഷർ വേരിയേഷൻ ഉണ്ടാവുകയാണ്. പ്രഷർ കുറയുന്നു. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിരുന്ന ഗ്യാസുകളുടെ സോല്യൂബിലിറ്റിയും കുറയും. ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നൈട്രജൻ പക്ഷേ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രഷർ കുറയുമ്പോൾ ഈ ഡിസോൾവ് ചെയ്തിരുന്ന നൈട്രജൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും, എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പറയാം, ബബിൾസ് ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു എ ഫിസിക്കൽ സിറ്റുവേഷൻ കോൾഡ് ബെൻഡ് അഥവാ ഡീകംപ്രഷൻ സിക്നെസ്. നമുക്കൊരു ശരീരത്തിനൊരു റിജിഡ് ആയതുപോലെ തോന്നും. കൈയും കാലുമൊക്കെ പ്രോപ്പറായി ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു.
അതിൻ്റെ കാരണം കടലിനടിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ പ്രഷറിന് കുറവ് അനുഭവപ്പെടുന്നത് കൊണ്ട് ഡിസോൾവ് ചെയ്തിരുന്ന നൈട്രജൻ എസ്കേപ്പ് ചെയ്തു പോകുന്നു, കോസിങ് ബെൻഡ്. അപ്പോൾ ആ ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈട്രജന് പകരം ഹീലിയം മിക്സ് ചെയ്ത ഓക്സിജൻ ആണ് സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുക. അതിന് കാരണം ഹീലിയം ഒരു പെർമനന്റ് ഗ്യാസ് ആയതുകൊണ്ട് ഹീലിയത്തിൻ്റെ ബ്ലഡിലുള്ള സോല്യൂബിലിറ്റി വളരെ വളരെ കുറവാണ്. ഓക്സിജനൊപ്പം അകത്തേക്ക് വന്നാലും അവർ ഡിസോൾവ് ചെയ്യാതെ പുറത്തേക്ക് തന്നെ പോകുന്നു. അതുകൊണ്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് യൂസ് ഓക്സിജൻ സിലിണ്ടേഴ്സ് containing oxygen mixed with helium instead of nitrogen. അതിന്റെ കാരണം solubility of helium in blood is lower than that of nitrogen. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ in the functioning of lungs. നമ്മുടെ ശ്വസന പ്രക്രിയയിലും നമ്മൾ ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഹെയിൽ ചെയ്യാം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ അകത്തെത്തുന്ന ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ വളരെ ഹൈ ആണ്. അപ്പോൾ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇവർ കൂടുതൽ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യും. ഇനി ടിഷ്യൂസിലെത്തുമ്പോൾ ടിഷ്യൂസിലെ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഓക്സിജന്റെ പ്രഷർ ടിഷ്യൂസിൽ കുറവ്. അപ്പോൾ എന്ത് പറ്റും? പ്രഷർ കുറയുന്നതനുസരിച്ച് ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിരുന്ന ആൾക്കാർ ടിഷ്യൂസിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് നമ്മുടെ ശ്വസന പ്രക്രിയ നടക്കുക. അവിടെയും നമ്മൾ ഹെൻറീസ് ലോയാണ് അപ്ലൈ ചെയ്യുക. നാലാമത്തെ ആപ്ലിക്കേഷൻ, നമ്മൾ ഉയരത്തിലേക്ക് പോകുന്തോറും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫിസിക്കൽ ഫീലിംഗ് ആണ് അനോക്സിയ. ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അനുഭവപ്പെടും. ചിലപ്പോൾ നമ്മൾ ഹില്ലി ഏരിയാസിലേക്കൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ തല ഇറങ്ങുന്നതായോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അതിൻ്റെ കാരണം മുകളിലേക്ക് പോകുന്തോറും, ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞാണ് വരിക. അപ്പോൾ പ്രഷർ കുറയുന്നതനുസരിച്ച് ഈ ഓക്സിജന്റെ സോല്യൂബിലിറ്റി കുറയും. ഓക്സിജന്റെ അളവ് കുറയും, ഓക്സിജന്റെ സോല്യൂബിലിറ്റി കുറയും. അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കുറയുകയാണ്. ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് നമ്മുടെ ശാരീരിക അവസ്ഥകൾ മൊത്തം അത് ബാധിക്കുകയാണ്. നമുക്ക് പ്രോപ്പറായി തിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇൻഎബിലിറ്റി ടു തിങ്ക് പ്രോപ്പർലി എന്ന് പറയും. ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോക്സിയ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ആ ഓരോ പ്രവൃത്തിക്കും സഹായകരമായിട്ട് നമുക്ക് ചില സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നലുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുക. നമ്മുടെ ശരീരം ഇങ്ങനെ ത്രൂ ഔട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി നമ്മളുടെ പുറകെ ഓടി വന്നാൽ നമ്മൾ ഓടും. അപ്പോൾ ഓടാൻ പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ പാസ് ചെയ്യപ്പെടുന്ന ചില സിഗ്നൽസ്, ചില കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വഴിയാണ്. ന്യൂറോണുകളിൽ നിന്ന് ന്യൂറോൺസിലേക്കും ന്യൂറോണുകളിൽ നിന്ന് മസിൽസിലേക്കും ചില സിഗ്നലുകൾ, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായി സഞ്ചരിക്കുന്നുണ്ട്. അവർ പറയുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇമ്പൾസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സിഗ്നൽ ട്രാൻസ്ഫർ നടക്കാതെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നറിയാത്ത ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ, ഒരു വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അപ്പോൾ നമ്മൾ പട്ടി വന്നാലും നമ്മൾ ഓടില്ല, അവിടെ തന്നെ നിൽക്കും. നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും കുത്താൻ വരുമ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടച്ചോളൂ എന്നുള്ള നിർദ്ദേശം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ബ്രെയിനിൽ നിന്ന്. അപ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടയ്ക്കാനുള്ള നിർദ്ദേശം അവിടെ കിട്ടില്ല, നമ്മൾ കണ്ണ് അടയ്ക്കില്ല. അതാണ് ഇൻഎബിലിറ്റി ടു തിങ്ക് പ്രോപ്പർലി. Mountaineers feel a physical situation called anoxia, inability to think properly. As height increases, atmospheric pressure decreases, and therefore the solubility of oxygen in blood decreases. This leads to deficiency of oxygen in our body. These are applications of which law? Henry's
ലോ. ഏതൊക്കെയാണ്? ഒന്ന്, കാർബണേറ്റഡ് ബിവറേജസ് ഉണ്ടാക്കുന്നു. രണ്ട്, സ്ക്യൂബ ഡൈവേഴ്സ് ഓക്സിജൻ സിലിണ്ടേഴ്സിൽ ഓക്സിജൻ മിക്സ്ഡ് വിത്ത് ഹീലിയം ആണ് ഉപയോഗിക്കുക. മൂന്ന്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ലങ്സ്. നാല്, mountaineers feel a physical situation called anoxia due to lack of oxygen in blood. Okay? So, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? Factors affecting solubility of gas in a liquid. ഏതൊക്കെയാണ്? ഒന്നും കൂടി ഓർത്തേ. ഒന്ന്, nature of gas. Easily liquefiable gases are more soluble. രണ്ട്, temperature. As temperature increases, solubility of gas in a liquid decreases. മൂന്നാമത്തെ ഫാക്ടർ പ്രഷർ. പ്രഷറിന്റെ ഇഫക്റ്റ് പറയുന്ന ലോയാണ് ഹെൻറീസ് ലോ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഇനി അവിടെ നമുക്ക് സമപ്പ് ചെയ്യാം. ആസ് പ്രഷർ ഇൻക്രീസസ് solubility increases. ഓക്കെ, സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് solubility ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നന്നായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.